പ്രിയ ദിഗർ സുഹൃത്തുക്കളെ, പുതിയ മാറിയ SCERT പുസ്തകങ്ങളിൽ കുറച്ച് വിവരങ്ങളൊക്കെ PSC ഇപ്പോൾ തന്നെ പരീക്ഷകളിൽ ചോദിച്ചു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന പാരമ്പര്യ ചിത്രകലയെക്കുറിച്ചാണ്. പാരമ്പര്യ ചിത്രകല നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിലെ പരമ്പരാഗത ചിത്രകല അറിയപ്പെടുന്നത് മ്യൂറൽ എന്നാണ്. മ്യൂറൽ പെയിൻറ്റിങ്, ചുമർ ചിത്രം. അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ പരമ്പരാഗതമായ ചിത്രകലാ രീതിയുണ്ട്. നമുക്ക് നോക്കാം. ആന്ധ്രാപ്രദേശിൽ കലംകാരി എന്ന ചിത്രകലയാണ്. അപ്പോൾ കലംകാരി എന്ന പരമ്പരാഗത ചിത്രകല പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. മധുബാനി, മഞ്ജുഷ എന്നീ പരമ്പരാഗത ചിത്രകലകൾ പ്രചാരത്തിലുള്ളത് ബീഹാർ സംസ്ഥാനത്ത്. അതിൽ മധുബാനി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. അതോടൊപ്പം മഞ്ജുഷയോട് ചേർക്കുക. മധുബാനി, മഞ്ജുഷ എന്നീ പരമ്പരാഗത ചിത്രകലാ രീതികൾ പ്രചാരത്തിലുള്ളത് ബീഹാർ സംസ്ഥാനത്ത്. ഇനി കാംഗ്ര, പഹാരി എന്നീ പരമ്പരാഗത ചിത്രകലകൾ പ്രചാരത്തിലുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. മറക്കില്ലല്ലോ. കാംഗ്ര, പഹാരി എന്നീ പരമ്പരാഗത ചിത്രകലകൾ പ്രചാരത്തിലുള്ളത് ഹിമാചൽ പ്രദേശിൽ. 3 നമുക്ക് റിവിഷൻ ചെയ്യാം. ആന്ധ്രാപ്രദേശിൽ കലംകാരി, ബീഹാറിൽ മധുബാനി, മഞ്ജുഷ എന്നിവ, ഹിമാചൽ പ്രദേശിൽ കാംഗ്ര, പഹാരി. ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ആന്ധ്രാപ്രദേശിലെ കലംകാരി എന്ന പരമ്പരാഗത ചിത്രകലയാണ്. ബീഹാറിലെ മധുബാനി, മഞ്ജുഷ എന്നീ പരമ്പരാഗത ചിത്രകലകളാണ്. ജമ്മു കശ്മീരിലാകട്ടെ പഹാരി. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാചൽ പ്രദേശിൽ എന്തൊക്കെയുണ്ട്? കാംഗ്രയുണ്ട്, പഹാരിയുണ്ട്. ഹിമാചൽ പ്രദേശുമായി ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ് ജമ്മു കശ്മീർ. അതുകൊണ്ട് തന്നെ ജമ്മു കശ്മീരിലും എന്തുണ്ട്? പഹാരി എന്ന പരമ്പരാഗത ചിത്രകല പ്രചാരത്തിലുണ്ട്. നിലവിൽ രണ്ടും 2 ഭരണപ്രദേശമല്ലേ, അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തപ്പെടുത്തി പഠിച്ചു എന്ന് മാത്രം. പഹാരിയിൽ ഈ പരമ്പരാഗത ചിത്രകല പഹാരിയിൽ ഹിമാചൽ പ്രദേശിലും ജമ്മു കശ്മീരിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി കേരളം ആൾറെഡി നമ്മൾ പറഞ്ഞു, എന്താണ്? മ്യൂറൽ. മഹാരാഷ്ട്രയിൽ വാർലി ഈയിടെ PSC ചോദിച്ച ചോദ്യം കൂടിയാണ് അല്ലേ. പരമ്പരാഗത ചിത്രകലകൾ മഹാരാഷ്ട്രയിലെ വാർലി. പട്ടചിത്ര എവിടെയാണ്? ഒഡീഷയിലാണ്. പട്ടചിത്ര എവിടെയാണ്? ഒഡീഷയിലാണ്. പട്ടചിത്ര എന്ന പരമ്പരാഗത ചിത്രകല പ്രചാരത്തിലുള്ളത് ഒഡീഷയിലാണ്. പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ്. എന്തൊക്കെ? പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ് എന്നിവ എവിടെയാണ്? രാജസ്ഥാനിലും. പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ് എന്നിവ രാജസ്ഥാനിലാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. അവസാനം പറഞ്ഞ കാര്യങ്ങൾ: മഹാരാഷ്ട്രയിൽ വാർലി, ഒഡീഷയിൽ പട്ടചിത്ര, രാജസ്ഥാനിൽ പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ് എന്നിവ. പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ് എന്നിവ. മറക്കില്ലല്ലോ. യെസ്. അപ്പോൾ പരമ്പരാഗത ചിത്രകൾ ആന്ധ്രാപ്രദേശിലെ കലംകാരി, ബീഹാറിൽ മധുബാനി, മഞ്ജുഷ എന്നിവ, ഹിമാചൽ പ്രദേശിൽ കാംഗ്ര, പഹാരി എന്നിവ, ജമ്മു കശ്മീരിലെ പഹാരി, കേരളത്തിലെ മ്യൂറൽ, മഹാരാഷ്ട്രയിലെ വാർലി, ഒഡീഷയിലെ പട്ടചിത്ര, രാജസ്ഥാനിലെ പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ് എന്നിവ. ഈ വാർലി എന്ന് പറയുന്ന പരമ്പരാഗത ചിത്രകല ഏത് സംസ്ഥാനത്താണ് പ്രചാരത്തിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒട്ടനവധി പേര് പറഞ്ഞു ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്, പഠിച്ചിട്ടില്ല എന്ന്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് തന്നെ കൃത്യമായി പഠിച്ചിട്ടുള്ളതുമാണ്. ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും PSC ചോദിക്കും. കാരണം ഇതൊക്കെ SCERT ഫാക്റ്റാണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താൽ എന്തൊക്കെയാണ്? പരമ്പരാഗത ചിത്രകലകൾ ആന്ധ്രാപ്രദേശിലെ കലംകാരി, ബീഹാറിലെ മധുബാനി, മഞ്ജുഷ എന്നിവ, ഹിമാചൽ പ്രദേശിലെ കാംഗ്ര, പഹാരി എന്നിവ, ജമ്മു കശ്മീരിലെ പഹാരി, കേരളത്തിലെ മ്യൂറൽ, മഹാരാഷ്ട്രയിലെ വാർലി, ഒഡീഷയിലെ പട്ടചിത്ര, രാജസ്ഥാനിലെ പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ് എന്നിവ. പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ് എന്നിവ. മറക്കില്ലല്ലോ. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ചിത്രകലകൾ പഠിച്ചു. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ആന്ധ്രാപ്രദേശിൽ കലംകാരി, ബീഹാറിൽ മധുബാനി, മഞ്ജുഷ എന്നിവ, ഹിമാചൽ പ്രദേശിൽ കാംഗ്ര, പഹാരി എന്നിവ, ജമ്മു കശ്മീരിലെ പഹാരി, കേരളത്തിൽ മ്യൂറൽ, മഹാരാഷ്ട്രയിലെ വാർലി, ഒഡീഷയിലെ പട്ടചിത്ര, രാജസ്ഥാനിലെ പിച്ച്വായ്, രാഗമാല, രജ്പുത്, ഫാഡ് എന്നിവ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറയുക മാത്രമാണ് ചെയ്യുക. നിങ്ങൾ PDF ഒന്നും തരുന്നില്ല, പക്ഷേ നിങ്ങൾ കേട്ട് പഠിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ആണെങ്കിൽ നോട്ട് എഴുതിയിരുന്ന് പഠിക്കുക. നിങ്ങൾക്കിത് പ്രയോജനകരമാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളും പഠിച്ചുറപ്പിക്കുക. ഓരോ ദിവസവും ചെറിയ വീഡിയോയുമായിട്ട് ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്താം. ബൈ.